ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള തുറന്ന ഏറ്റുമുട്ടലിൽ ഒരുപക്ഷെ ആകെ ആശങ്ക ഉയർത്തിയത് ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയിലും പാകിസ്ഥാനിലും ജനങ്ങൾക്കിടയിൽ ആശങ്ക ഉണർത്തിയത് ആണവായുധം പ്രയോഗിക്കുമെന്ന ചോദ്യമാണ്. അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ CNN, BBC, അൽ ജസീറ, മറ്റു രാജ്യങ്ങളിലൊക്കെ വാർത്താ ചാനലുകൾ മുഴുവൻ പറഞ്ഞുകൊണ്ടിരുന്നത് പാകിസ്ഥാൻ ആണവായുധ പ്രയോഗം നടത്തുമോ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ വിശ്വസിക്കാം. ഇന്ത്യ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളായിരിക്കില്ല ആദ്യം ആണവായുധം പ്രയോഗിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പോളിസി എന്നുള്ളതനുസരിച്ച് ഇന്ത്യ ആദ്യം പ്രയോഗിക്കില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പാകിസ്ഥാൻ മറ്റേ തട്ടിപ്പ് മോഷ്ടിച്ചെടുത്ത തന്ത്രങ്ങൾ വഴിയാണ് ആണവായുധം നേടിയത്. അതുകൊണ്ട് തന്നെ അവരൊന്നിനും ഒപ്പിടാനൊന്നും പോയിട്ടില്ല. തങ്ങളുടെ കൈവശം ഉണ്ടെന്ന് പറയുന്നുമില്ല. എന്തായാലും ഇന്ത്യയുടെ കൈവശം ഏതാണ്ട് 200ഓളം ആണവായുധങ്ങളുണ്ട്. പാകിസ്ഥാൻ്റെ കൈവശം ഏതാണ്ട് 180ഓളം എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള രേഖകളില്ല. എന്തായാലും ഇത് തീവ്രവാദികളുടെ കയ്യിലെത്തിയാൽ എന്തായിരിക്കും അവസ്ഥ എന്നറിയില്ല. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ആണവായുധം അവർ നാഷണൽ കമാൻഡിൻ്റെ അതോറിറ്റിയുടെ മീറ്റിംഗ് വിളിക്കുന്നു. പ്രധാനമന്ത്രി നാഷണൽ കമാൻഡ് അതോറിറ്റിയാണ് ആണവായുധ പ്രയോഗത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. പിന്നീട് അവിടെ മന്ത്രി തന്നെ പറഞ്ഞു ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല, ഞങ്ങൾ മീറ്റിംഗ് വിളിച്ചിട്ടില്ല, അത് വെറുതെ പറഞ്ഞതാണ് എന്നുള്ള തരത്തിൽ. ഇത് പ്രധാന ഇതായിട്ട് വരാൻ കാരണം അവിടുത്തെ പ്രതിരോധ മന്ത്രി തന്നെ പറഞ്ഞു ഞങ്ങളെ തൊട്ടാൽ ഞങ്ങൾ ആണവായുധം പ്രയോഗിക്കുമെന്ന്. നേരത്തെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും യുക്രൈൻ യുദ്ധത്തിൽ ഇത് തന്നെ പറഞ്ഞതാണ്. പക്ഷേ ആണവായുധം പ്രയോഗിക്കുന്നത് അത് അവസാനത്തേതാണ്. അങ്ങനെ വന്നാൽ ആ രാജ്യത്തെ പാകിസ്ഥാനെ പിന്നെ ഇല്ലാതാക്കി കളയും ഇന്ത്യ. എന്തായാലും അത് സംഭവിക്കാതെ ഇരുന്നത് നന്നായി എന്ന് മാത്രമല്ല, ഇപ്പോൾ വെടിനിർത്തലിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ ആണവായുധം എന്നുള്ള ഭീഷണി ഇല്ലാതാവുകയാണ്. പക്ഷേ ഇത് എന്നെന്നും ഒരു പ്രശ്നമായിട്ട് നിലനിൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ലോകത്തെമ്പാടും ഏതാണ്ട് 12,000-ത്തിലധികം ആണവായുധങ്ങളാണുള്ളത്. അതിൽ 6,000 റഷ്യയുടെ കയ്യിലാണ്. ഇത് നേരത്തെ സോവിയറ്റ് യൂണിയൻ രാജ്യങ്ങളിൽ 15 രാജ്യങ്ങളായിട്ട് അത് പിരിഞ്ഞുപോയി സോവിയറ്റ് യൂണിയൻ. പക്ഷേ എല്ലാ രാജ്യങ്ങളോടും പറഞ്ഞു നിങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് സോവിയറ്റ് യൂണിയൻ്റെ പിന്നീട് റഷ്യയുടെ പ്രസിഡൻ്റായിട്ട് വന്ന യെൽസിനാണ് ഈ ആണവായുധങ്ങൾ മുഴുവൻ യുക്രൈൻ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് വാങ്ങിച്ചു കൂട്ടി റഷ്യയിൽ സൂക്ഷിച്ചത്. അത് കഴിഞ്ഞാൽ അപ്പോൾ 6,000 റഷ്യയുടെ കയ്യിലാണ്, 5,000 അമേരിക്കയുടെ കയ്യിലാണ്. പിന്നെയുള്ള 1,000-ഓ 1,200-ഓ ഇതുള്ളത് ചൈന, ഇന്ത്യ, പാകിസ്ഥാൻ, ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളുടെ കയ്യിലാണ്. ഇസ്രായേലിൻ്റെ കയ്യിലുണ്ട്, ഇറാൻ്റെ കയ്യിൽ ഉണ്ടെന്ന് പറയുന്നു, വടക്കൻ കൊറിയയുടെ കയ്യിൽ ഉണ്ടെന്ന് പറയുന്നു. ഈ രീതിയിൽ ആണ് അണുവായുധങ്ങളുള്ളത്. എന്തായാലും ഇന്ത്യയുടെ കൈവശം 200-ലേറെ വാർഹെഡ്സ് ഉണ്ട്. 1974 പൊക്രാനിൽ ഇന്ദിരാഗാന്ധിയാണ് ആദ്യമായിട്ട് അണ്വായുധ പരീക്ഷണം ഇവിടെ നടത്തിയത്. പിന്നെ 98 വാജ്പേയിയുടെ കാലത്താണ് നടന്നത്. 98 ആദ്യമായി പാകിസ്ഥാൻ അണ്വായുധ പരീക്ഷണം നടത്തിയത്. എന്തായാലും ഒരു അണ്വായുധത്തിലേക്ക് കാര്യങ്ങൾ പോയില്ല എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ്.